ആദ്യകാലങ്ങളിൽ പുരുഷന്മാർക്ക് വേണ്ടി നിർമ്മിക്കുകയും പിന്നീട് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളെ പറ്റി നോക്കിയാലോ? വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹൈ ഹീൽസ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫുട്വെയർ ആണ് ഹൈ ഹീൽസ്. 10ാം നൂറ്റാണ്ടില് പേർഷ്യൻ സൈനികര് കുതിരസവാരി നടത്തുന്ന സമയത്ത് അവരുടെ ബൂട്ട് ഉറപ്പിച്ചു നിർത്താനായിരുന്നു ആദ്യമായിട്ട് ഹൈ ഹീൽസ് കണ്ടുപിടിക്കുന്നത്. പിന്നീട് 17ാം നൂറ്റാണ്ടില് ധനികരുടെയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു അടയാളമായി മാറുകയും ചെയ്തു. 20ാം നൂറ്റാണ്ടോടുകൂടിയാണ് സ്ത്രീകൾ ഹൈ ഹീൽസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സ്കേർട്ട് അല്ലെങ്കിൽ പാവാട ആദ്യകാലങ്ങളിൽ ചൂടുള്ള കാലാവസ്ഥയിൽ സുഗമമായിട്ട് ജോലി ചെയ്യാനും യുദ്ധസമയങ്ങളിൽ പെട്ടെന്ന് ചലിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു പുരുഷന്മാര് സ്കേർട്ട് ധരിക്കാൻ തുടങ്ങിയത്. പിന്നീട് 18ാം നൂറ്റാണ്ടില് പാന്റ് കണ്ടുപിടിക്കുകയും സ്കേർട്ടിന്റെ ഉപയോഗം പുരുഷന്മാർക്കിടയിൽ പൂർണ്ണമായും ഇല്ലാണ്ടാവുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടോടുകൂടി സ്ത്രീകള് അവരുടെ സാമൂഹിക നിലയുടെയും സ്ത്രീത്വത്തിന്റെ പ്രതീകമായും സ്കേർട്ട് ധരിക്കാൻ തുടങ്ങി. ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ്. 1ാം ലോക മഹായുദ്ധ സമയത്ത് പരിക്കേറ്റ സൈനികരുടെ മുറിവിൽ നിന്ന് രക്തം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് സാനിറ്ററി പാഡ് കണ്ടുപിടിക്കുന്നത്. പിന്നീട് അവരെ ചികിത്സിച്ച നഴ്സുമാര് അവരുടെ പീരീഡ് സമയത്ത് ഈ സാനിറ്ററി പാഡ് ഉപയോഗിക്കാൻ തുടങ്ങി. ആ കാലത്ത് സ്ത്രീകൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ തുണിയും പഞ്ഞിയൊക്കെ ആയിരുന്നു കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 19ാം നൂറ്റാണ്ടില് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ കമ്പനികൾ സ്ത്രീകൾക്ക് അവരുടെ പീരീഡ് സമയത്ത് ധരിക്കാൻ വേണ്ടിയിട്ട് സാനിറ്ററി പാഡ് നിർമ്മിക്കുകയും വിപണിയിൽ ഇറക്കുകയാണ് ഉണ്ടായിരുന്നത്. കോർസെറ്റ്. പുരാതന ഗ്രീസിലുള്ള സൈനികരും പണക്കാരായിട്ടുള്ള ആൾക്കാരും രാജകുടുംബത്തിലുള്ള പുരുഷന്മാരും അവരുടെ അരക്കെട്ട് സംരക്ഷിക്കാനും ഒതുക്കി നിർത്താനും വേണ്ടി നിർമ്മിച്ച ഒരു വസ്ത്രമാണ് കോർസെറ്റ്. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി പുരുഷന്മാര് കോർസെറ്റ് ഉപേക്ഷിക്കുകയും കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള അയഞ്ഞ കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. പിന്നീട് 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് രാജ്ഞി അവരുടെ അരക്കെട്ട് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് കോർസെറ്റ് ഉപയോഗിക്കുകയും അത് കണ്ട മറ്റു സ്ത്രീകൾ ഈ കാര്യം പിന്തുടരുകയാണ് ഉണ്ടായിരുന്നത്. ഹാൻഡ് ബാഗ്. പണ്ട് കാലങ്ങളിൽ യുദ്ധസമയത്ത് സൈനികര് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ഭൂപടവും മറ്റ് രേഖകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആക്സസറി ആയിരുന്നു ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ വാനിറ്റി ബാഗ്. യുദ്ധസമയങ്ങളിൽ ഹാൻഡ് ബാഗ് ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പോക്കറ്റുകളുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും പുരുഷന്മാർക്കിടയിൽ ഹാൻഡ് ബാഗിന്റെ ഉപയോഗം കുറയുകയും ചെയ്യുന്നു. പിന്നീട് സ്ത്രീകൾ അവരുടെ അവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടുതലായും ഹാൻഡ് ബാഗ് ഉപയോഗിക്കാൻ തുടങ്ങുകയും ഹാൻഡ് ബാഗ് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളൊരു ചിന്താഗതി സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാവുകയും അത് സ്ത്രീകളുടെ മാത്രം പ്രോഡക്റ്റായി മാറുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ മാത്രമല്ല, സ്റ്റോക്കിങ്സ്, ലെഗിങ്സ്, ജി സ്ട്രിങ്, ലിപ്സ്റ്റിക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പുരുഷന്മാരായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ളവയിൽ ഏതാണ് നിങ്ങൾക്കൊരു പുതിയ അറിവായിട്ട് തോന്നിയതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.